കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടേക്കുമെന്ന വാർത്ത വരുന്നു. കലൂർ സ്റ്റേഡിയത്തിന് പകരം ഇത്തവണ കോഴിക്കോടോ അതല്ലെങ്കിൽ മലപ്പുറമോ ഹോം ഗ്രൗണ്ടായി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്ക് അറിയിക്കുന്നു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം വരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ബ്ലാസ്റ്റേഴ്സ് സ്ഥലം വിടുന്നു എന്നുള്ളത് അത്ര ശുഭകരമായ വാർത്തയല്ലല്ലോ, വിവരങ്ങൾ? തീർച്ചയായും കലൂർ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സ് അതൊരു വല്ലാത്ത കോംബോ തന്നെയാണ്. ഈ ഗാലറിയിൽ നമ്മുടെ മഞ്ഞപ്പട ഇങ്ങനെ നിരന്നു നിന്ന് കാണുന്ന അത്തരത്തിൽ ഒരു 12th മാൻ എന്നൊക്കെ തരത്തിൽ ഈ സ്റ്റേഡിയത്തെ സ്റ്റേഡിയമാക്കിയതിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക്, മഞ്ഞപ്പട ആരാധകർക്കൊക്കെ തന്നെ വലിയ പങ്കുണ്ട്. പക്ഷേ ഇത്തവണ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഒരുപക്ഷെ കൊച്ചി വിട്ട് നമ്മുടെ സംസ്ഥാനം വിടുന്നില്ല, എന്തായാലും കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ മലപ്പുറത്തേക്കോ ഒക്കെ തന്നെ പോകാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആലോചന ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഈ പുതിയ സാഹചര്യത്തിൽ സീസൺ വളരെ ഒരു ഷോർട്ട് സീസൺ ആയിരിക്കും. ഒരുപക്ഷെ ഒരു ടീമിന് ഒരു 4-5 അല്ലെങ്കിൽ 5-6 ഹോം മത്സരങ്ങൾ മാത്രമാണ് കിട്ടുക. അപ്പോൾ അത്തരം മത്സരങ്ങൾ നടത്താൻ ഇത്തരം വലിയൊരു സ്റ്റേഡിയത്തിൽ, അതും ഫിനാൻഷ്യലി ഫീസിബിൾ അല്ല എന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പകരം കോഴിക്കോട് ഉള്ള സ്റ്റേഡിയമോ അല്ലെങ്കിൽ മഞ്ചേരിയുള്ള സ്റ്റേഡിയത്തിലോ കളിക്കാനാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ സ്റ്റാർ ആയിരുന്നു ഈ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തത്. അതുകൊണ്ട് ഇത്തവണ അത്ര വലിയ സന്നാഹങ്ങളൊന്നും വേണ്ടി വരില്ല. ചെറിയ ഏതെങ്കിലും സെറ്റപ്പിൽ തന്നെ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് ഈ മത്സരം നടത്തുന്നതുകൊണ്ട് മതിയാവും. അതുകൊണ്ടുകൂടിയാണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ്, അല്ലെങ്കിൽ അതാണ് പ്രധാന കാരണമായി ഇപ്പോൾ കൊച്ചി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു നിരന്തരമായി കൊച്ചി വിടുകയായിരിക്കില്ല, ഈ സീസണിലേക്ക് ഒരുപക്ഷെ കളിച്ചേക്കില്ല എന്നുള്ള ആലോചനയാണ്. ഇന്നലെയായിരുന്നു ഏതൊക്കെ വേദിയിലാണ് കളിക്കേണ്ടത് എന്നത് അറിയിക്കാൻ ടീമുകൾക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു തീരുമാനം അറിയിച്ചത്. അപ്പോൾ നൽകിയ ലിസ്റ്റിലാണ് ഈ 3 പേരുകൾ നൽകിയിട്ടുള്ളത്. കൊച്ചി അന്തിമമായി തീരുമാനിച്ചില്ല എന്നിരുന്നാൽ പോലും കൊച്ചിയിൽ ഇത്തവണ കളിക്കാൻ സാധ്യത കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.